ഖുർആന് പകരം നമ്മൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന മാലമൗലിദല്ലേ? അതിൽ തേടിയത് ആരോടാ? ആരുടെ പേരിലാണോ മൗലിദ് അവരോട് നമ്മൾ ചോദിച്ചു അല്ലേ? ഖുർആൻ ഇതിനെല്ലാം വന്നു. ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് കേൾക്കാൻ തുടങ്ങിയതാണ് ലോകം നിയന്ത്രിക്കുന്ന ആളാണ് CM മടവൂർ. ലോകം നിയന്ത്രിക്കുന്ന ആളാണ് CM മടവൂർ. ഞാൻ ഒറ്റ കാര്യം, ക്യാപിറ്റൽ ബുക്ക് ഓഫ് ഇന്റർനാഷണൽ എന്ന ഒരു പുസ്തകമുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്റർനാഷണൽ പുസ്തകമാണ് അല്ലട്ടോ, കാരന്തൂർ മർക്കസിൽ നിന്ന് പുറത്തിറങ്ങുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ മടവൂർ CM വലിയുല്ലാഹി എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ 67, 68, 88, 89, 93, 94 പേജുകളിൽ ലോകം നിയന്ത്രിക്കുന്ന മഹാനായ വലിയന്റെ കറാമത്ത് പറയുന്നുണ്ട്. അദ്ദേഹം തുരുതുര സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം താടിയും മുടിയും ക്ലീൻ ഷേവ് ചെയ്തിരുന്ന ആളായിരുന്നു. അദ്ദേഹം സ്വർണ്ണ ചെയ്യനും പട്ടും ധരിച്ചിരുന്നു. അദ്ദേഹം മൂത്രിച്ചാൽ കഴുകാറുണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ കല്ലുകൊടുത്തപ്പോ ദേഷ്യം കൊണ്ട് വലിച്ചെറിഞ്ഞ വ്യക്തിത്വമാണ്. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ പണം കൊടുക്കാറില്ല. ഭാര്യ അകാരണമായി തൊലാക്ക് ചൊല്ലിയ മനുഷ്യനാണ്. ഉമ്മാനോടും ഭാര്യയോടും അദ്ദേഹം മിണ്ടാറില്ല. ഇങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന്റെ കറാമത്തുകൾ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ അധ്യായം 60-61 ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, അല്ലാഹ് ഔലിയാക്കളുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ദുഃഖിക്കാനില്ല, ഭയപ്പെടാനില്ല. ആരാ റബ്ബിന്റെ ഔലിയാക്കൾ എന്നറിയോ? വല്ലദീന ആമനു വകാനു യത്തഖൂൻ. ഈമാനുള്ളവരാണ്, തഖ്വയോടെ ജീവിക്കുന്നവരാ. തഫ്സീറുൽ ഖുർആനുൽ അളീം, മൻ കാന ലില്ലാഹി തഖിയ കാന ലില്ലാഹി വലിയ. ആരല്ലാഹുക്ക് തഖ്വയോടുകൂടെ ജീവിച്ചോ അവൻ അല്ലാഹുവിന്റെ വലിയായിട്ടുണ്ടെന്ന. ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂര്. ഫ്ലൈറ്റ് വരെ അദ്ദേഹം ഇങ്ങനെ കബറിലേക്ക് മലർന്നു കിടന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന അദ്ദേഹം ഒന്ന് കണ്ണ് തിന്നിയാൽ ഫ്ലൈറ്റ് കൂട്ടിയിരിക്കുന്ന പറഞ്ഞേ. കോഴിക്കോട് കൊറോണയുടെ സമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് തെന്നിമാറിയത് CM മടവൂര് ചെരിഞ്ഞു കിടന്നിട്ടാണോ? പ്രിയമുള്ളവരെ, ഫോട്ടോയിലെ കൃഷ്ണമണി ചലിച്ചിട്ട് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അത്രേ CM മടവൂർ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ കൈക്കൊമ്പിളിൽ ഒതുങ്ങുന്ന ഹാർട്ടിന്റെ സ്പന്ദനം നിലക്കുമ്പോഴാണ് മരണം നടക്കുന്നതെങ്കിൽ സ്വന്തം ഹാർട്ട് നിയന്ത്രിക്കാൻ കഴിയാതെ ലോകത്തോട് വിട പറഞ്ഞ CM മടവൂർ എങ്ങനെയാ ലോകത്തിനെ നിയന്ത്രിക്കുന്നത്? ബാത്റൂമിൽ തെന്നി വീണ് പരിക്ക് പറ്റിയ മടവൂർ CM അദ്ദേഹത്തിന്റെ ഒരു കാൽ ഉയർത്തി അടുത്ത കാല് ഞാൻ വെച്ചാൽ ഇതിൽ വഴുതി വീഴുമെന്ന അദൃശ്യമായ അറിവില്ലാത്ത മനുഷ്യൻ എങ്ങനെയാ ലോകം നിയന്ത്രിക്കുന്നത്? കേവലം 130 ഗ്രാം തൂക്കം വരുന്ന ഒരു കിഡ്നിയുടെ കൺട്രോൾ പോലും കൈകളിലില്ലാതെ അതിന്റെ പ്രവർത്തനം നിലച്ചുപോയ CM മടവൂരെ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അദ്ദേഹം എങ്ങനെയാ ലോകം നിയന്ത്രിക്കുന്നത്? അദ്ദേഹത്തെ എല്ലാട്ടോ പറയണത്. അദ്ദേഹത്തിന്റെ പേരിൽ സമൂഹം കാണിച്ചു കൂട്ടുന്നതിനെ പറയുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പരലോകവും. പ്രിയമുള്ളവരെ, 1-ാം ക്ലാസ് പഠിക്കണ സമസ്തക്കാരനാവട്ടെ മുജാഹിദുകാരനാവട്ടെ നിഷ്കളങ്കനായ ഒരു മോനോട് ചോദിക്കും, മോനെ ആരടാ ലോകം നിയന്ത്രിക്കുന്നത്? ആ കുട്ടി പറയും അല്ലാഹ്. ഫിത്രത്ത്, ശുദ്ധമായ പ്രകൃതി. ആ കുട്ടി പറയും അല്ലാഹ്. മുതിർന്ന ഉസ്താദുമാര് പറഞ്ഞു പടച്ചോനൊന്നല്ല, CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അബദ്ധത്തിലേക്ക് മാറുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഇത് വലിയൊരു നോളജാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. സൗദി അറേബ്യ പോയിട്ട് അവിടുത്തെ വലിയൊരു കഫീലിനോട് ഒരു സക്കാഫിയോ ഏറ്റവും വലിയ ഉസ്താദ് ആരോ ആവട്ടെ, അഹ്സനിയോ ആരോ പോയിട്ട് പറയാ, അവിടുന്ന് കഫീലിനോട് പറയാ, കഫീലെ ലോകമൊക്കെ നിയന്ത്രിക്കണ ആരെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ, കോഴിക്കോട് മടവൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് 6 മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് വെച്ചാൽ സൗദി ചോദിക്കും, എന്താ മജ്നൂനിയ സക്കാഫി, എനിക്ക് ഭ്രാന്തുണ്ടോ സക്കാഫിയൻ? അത്ര കാറ്റേ ഉള്ളൂ. പ്രിയമുള്ളവരതിനെ നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി ലോകം നിയന്ത്രിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു. എന്തേ അത് കോഴിക്കോട്ടിലേക്ക് മാറ്റി? എന്തേ CM മടവൂരിലേക്ക് മാറ്റി? അവിടെയാണ് പെട്ടിവെച്ചുള്ള പിരിവിന്റെ കച്ചവടങ്ങൾ നടക്കുന്നുവെങ്കിൽ അവരെ നമ്മൾ കരുതിയിരുന്നേ പറ്റൂ. ഈമാൻ പോക്കറ്റടിക്കും. ഇവരുടെ താവടി എവിടെയാണെന്നറിയോ? ഷിയാക്കളാ പറഞ്ഞ മുദബ്ബിറുൽ ആലമുൽ അവ്വൽ, ലോകം നിയന്ത്രിക്കുന്ന ഒന്നാമത്തെ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുദബ്ബിറുൽ ആലമുസ് സാനി, ലോകം നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ മനുഷ്യൻ ആരാണെന്നറിയോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ അവരെ അതിന്റെ താവഴിയിലേക്കാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആനിലെ മുഴുവൻ ആശയങ്ങളും അല്ലാഹുവോട്. പക്ഷെ പുതുതായി മനുഷ്യരെ കൊണ്ടുവന്ന് മാലമൗലിദുകളും മദ്ഹല്ലേ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആണയിട്ട് പറയാ, അള്ളാന്റെ റസൂൽ നുണ പറയുന്നവരാണെന്ന് എഴുതി വെച്ചത് എവിടെയാ? അള്ളാന്റെ റസൂലിന്റെ മദ്ഹായി മാറുന്നത് സിദ്ദീഖ് മൗലിദിലാണ്. മദീനയുടെ ബാബുസലാമിലൂടെ കടന്നു വന്ന്
മസ്ജിദുൻ നബവിയിലെ പ്രവാചകന്റെ മിമ്പറും കടന്ന് റൗദയുടെ ഭാഗവും കടന്ന് പ്രവാചകന്റെ ഖബറിന്റെ ചാരമെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുമ്പോ നിറഞ്ഞൊഴുകാത്ത കണ്ണില്ല, എഴുന്നേറ്റ് നിൽക്കാത്ത രോമങ്ങളില്ല. ഒന്നല്ല 10 അല്ല 100 തവണ പ്രവാചകന്റെ ഖബറിന്റെ ചാരമെന്നാലും കണ്ണ് നിറഞ്ഞൊലിക്കുമെങ്കിൽ ആ റസൂലുള്ളാഹിനെ നുണ പറയുന്നവനാണെന്ന് ചന്ദനത്തിരി കത്തിച്ച തലയിണക്കമേല് വെള്ളത്തുണി വെച്ച മൗലിദ് കിതാബ് വെച്ച് എത്ര പരിശുദ്ധമായ വേഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാലും പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ഇന്ത്യ വിട്ട് ഇന്തോനേഷ്യ വിട്ട് അറബിക്കടലിന്റെ ഏടോരങ്ങളിലേക്ക് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ ഒഴുക്കിവിടും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ മുത്തുനബി നുണ പറയൂല. സിദ്ദീഖ് മൗലിദിൽ നിങ്ങൾ എഴുതി വച്ചില്ലേ? ഫാത്തിമ ബീവിയുടെ ജനനം പോലും കളവായി മൗലിദ് കിതാബിൽ നിങ്ങൾ എഴുതി വച്ചില്ലയോ? റസൂലുള്ള മിറാജ് പോയപ്പോ സ്വർഗത്തുനിന്ന് ഒരു ആപ്പിൾ പഴം കിട്ടുന്നു. ആ ആപ്പിളാണ് ഖദീജ ഗർഭം ചുമന്ന് ഫാത്തിമ. റസൂലിലേക്ക് സ്വർഗത്തിന്റെ മണം, ഫാത്തിമാനെ ഖദീജ ഗർഭം ചുമന്നപ്പോ ഖദീജക്ക് സ്വർഗത്തിന്റെ മണം. ഖദീജ ഫാത്തിമയെ പ്രസവിക്കുമ്പോ സ്വർഗത്തിന്റെ മണം ഫാത്തിമയിലേക്ക് മാറി. അടുത്ത മൗലിദിലെ ഫാത്തിമ മൗലിദിലെ വരി ഫവുലിദത ഖബല നബുവതി ബി5 സനീൻ. അങ്ങനെ നബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് ഫാത്തിമ ബിവി ജനിച്ചു. നബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് പറഞ്ഞ നബിക്ക് വയസ്സെത്രയാ? 35 വയസ്സാണ്. അത് ശരിയാണ്. റസൂലുള്ളാഹിക്ക് ഫാത്തിമ ജനിക്കുന്ന 35-ാമത്തെ വയസ്സിലാ. മിറാജ് ഉണ്ടായതോ 51-ാമത്തെ വയസ്സിലാ. ഇനിയൊന്ന് മൗലൂദൊന്ന് പഠിച്ചേ. 51-ാമത്തെ വയസ്സിലുണ്ടായ മിറാജിൽ കിട്ടിയ ആപ്പിൾ പഴം കൊണ്ട് 35-ാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ചു. മൗലായ നിങ്ങൾ കൊണ്ടോയിക്കോളി, നമ്മൾ ആ വഴിക്കില്ല എന്നാ പറഞ്ഞേ. മുഹ്യിദ്ദീൻമാല റിഫായിമാല ഇന്ന് വീട്ടിൽ പോയിട്ട് പരലോകം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ 102 മുതൽ 109 വരെയുള്ള വരി അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മുഹ്യിദ്ദീൻമാല റിഫായിമാല വായിച്ചോക്ക്. തമ്മിത്തല്ലുന്ന മാലകളുടെ വരികളെ. മുഹ്യിദ്ദീൻമാല ഭൂമി എന്റെ കയ്യിൽ ഉണ്ട പോലെയാണ്. അപ്പൊ റിഫായിമാല പറയാം, ആലം 12,000 കിട്ടിയാലും എനിക്കൊരു കാലടി വെക്കാൻ തികയില്ല. ഞാൻ വാപ്പാടം മുതുകത്താവുമ്പോ കുത്തുബാണ് മുഹ്യിദ്ദീൻമാല, ഞാൻ വാപ്പാടം മുതുകത്താവുമ്പോ കുത്തുബിനെ വെല്ലുന്ന ഔസാണ് റിഫായിമാല. 4 കിതാബ് ഞാൻ ഓതി പഠിച്ചിട്ടുണ്ട് മുഹ്യിദ്ദീൻമാല, 4 കിതാബ് ഞാൻ ഓതാതെ പഠിച്ചിട്ടുണ്ട് റിഫായിമാല. പ്രിയമുള്ളവരെ, ഇങ്ങനെ തർക്കങ്ങളെ ഇത് അവരാരും പറഞ്ഞില്ല കേട്ടോ, മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഇവരെഴുതി ഉണ്ടാക്കിയതാണ്. മുഹ്യിദ്ദീൻ 2 സംഘടനകള്, പിന്നെ ഖാദിരിയ ത്വരീഖത്തും റിഫായിയ ത്വരീഖത്തും ഉണ്ടാക്കി. അവര് തമ്മി തല്ലി. ഇത് രണ്ടും മനസ്സിലാക്കാത്ത, രണ്ടും മദ്ഹാണെന്ന് പറഞ്ഞ് പാടുന്ന മലയാളികള്. ഇത് ഒന്നും വെറുതെ അല്ല. നോക്കേ, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ പോലെ മനുഷ്യന്റെ ഹൃദയത്തിലൊക്കെ മുഹ്യിദ്ദീൻ ഷെയ്ഖ് അറിയും. അപ്പൊ റിഫായിമാല പറയാ, മുഹ്യിദ്ദീനും താമം കാളിക്കുമ്പോ കണ്ണിന്റെ പുരികത്തിൻ മേലെ ഓളിച്ചോവർ. കണ്ണിൽ കാരുമീശി മാമിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കവാരുവീനാഥെന്നോവർ. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് ഒളിച്ചു കളിക്കുമ്പോ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കണ്ണിന്റെ മേലെ റിഫായി ഷെയ്ഖ് കയറിയിരുന്നു. മുഹ്യിദ്ദീൻ ഷെയ്ഖിന് കാണാൻ കഴിഞ്ഞില്ല, കണ്ടില്ല ഉങ്കൾ വരുവീനതെന്നോവർ. കാണാൻ പറ്റില്ല, നിങ്ങളൊന്ന് ഇറങ്ങി വരീന്ന് പറഞ്ഞു. അപ്പൊ എന്താ, മുഹ്യിദ്ദീൻമാലക്കാരൻ ജീലാനി ത്വരീഖത്തേരും പറഞ്ഞ എല്ലാ ദൃശ്യറിയാ. അപ്പൊ റിഫായിക്കാരൻ പറയാ, ആളെ കണ്ണിന്റെ മേലെ ഞാൻ കയറി നിന്നിട്ട് എന്നെ പോലും കാണാൻ പറ്റിയിട്ടില്ല. ഇതിങ്ങനെ നീണ്ടു കിടക്കാൻ. നമ്മൾ മലയാളികൾ ഇതൊക്കെ മദ്ഹാണെന്നും പറഞ്ഞ് പാടാൻ പഠിക്കണം പ്രിയമുള്ളവരെ. ഇതൊന്നും ഇസ്ലാമിലെ മദ്ഹല്ല, അതിലുപരി മാരകമായത് അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള തേട്ടമാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ. മാലമൗലിദുകൾ മുഹമ്മദ് നബിയുടെ പേരിലാണോ? റസൂലിനോട്. ബദരീങ്ങളുടെ പേരിലാണ് അവരോട്. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിലാണ് അദ്ദേഹത്തോട്. മഴ പെയ്യിക്കുന്നത് പോലും മുഹ്യിദ്ദീൻമാല ഖുതുബിയത്തിന്റെ വ്യാഖ്യാനം പാറന്നൂർ പി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, പേജ് നമ്പർ 27. പലർക്കും അറിയാത്തോണ്ടാണ്. ഇതിലൊക്കെ ഫാത്തിഹ ഓതി അയച്ചു കൊടുക്കണം. ആർക്കാന്നറിയോ? മിനൽ ജിന്നി വൽ ഇൻസി കുബറാഇഹിം വറുഅസാഇഹിം. ജിന്നുകളുടെ നേതാക്കന്മാര്, ജിന്ന ഉലിയാക്കള്, അഹ്മർ വത്തംറിയാത്ത്, ഹസ്സൽ ലഹ്കൂഷ്, ലൈമൂൻ ഹദലിയാത്ത്, നസ്ലസൂഷ് മൈമൂൻ, സുന്നിക്ക് ശതതഷ്കൂഷ്, അബിയൽ ഷംഹൂറഷ്, സൗബിഅ അല്ലദീന ആഹദുല്ലാഹു വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. നിങ്ങൾ പറയുന്നത് വെറുതെ പറയാവും പ്രിയമുള്ളവരെ. അവർ ഇത് കുത്തിയിരുന്ന് പഠിച്ചതാണ്. അതായത് ജിന്ന ഉലിയാക്കൾക്ക് ഫാത്തിഹ അയച്ചു കൊടുത്തിട്ട് ഖുതുബിയത്ത് തുടങ്ങുക. എന്നിട്ട് ഇതിൽ പറയുന്നതാര? മഴ പെയ്യിപ്പിക്കുന്ന മുഹ്യിദ്ദീൻ ഷെയ്ഖാൻ. പ്രിയമുള്ളവരെ,
ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയില് അല്ലാമ യൂസുഫ് ഇബ്നു അയ്യൂബ് അൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴില് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ പണ്ഡിത കുലപതിയുണ്ട് അബ്ദുൽ ഖാദിർ ജീലാനി. നമ്മൾ ആൾക്കാരോട് പറഞ്ഞത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിൽ ഒരു ഭൂതം പോലെയാ. മദീനയിലെ യസീദിന്റെ ഭരണകാലഘട്ടത്ത് അദ്ദേഹത്തിന്റെ പിതാവ് നാടുവിട്ട് കാസ്വീൻ കടൽ തീരത്തുള്ള കൈലാൻ എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു കുട്ടി പിറന്നു, അബ്ദുൽ ഖാദർ ജീലാനി. വാപ്പ മരിച്ചു, ഉമ്മ പാഴ്സി ഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം. 18 വയസ്സാവുമ്പോൾ ഇറാഖിന്റെ ബഗ്ദാദിൽ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ ദീനി പഠനങ്ങൾ. 26-ാമത്തെ വയസ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. 52 വയസ്സ് വരെ ദീനി പ്രബോധന രംഗത്ത് സജീവം. 52-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നു. 92-ാമത്തെ വയസ്സിൽ അവിടെ പറയുന്നത്, പ്രിയമുള്ളവരെ, ലോകത്തിന് വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ സമ്മാനിച്ച, ഒരു വർഷം മാത്രം നടത്തിയ 160-ലധികം വരുന്ന പ്രഭാഷണത്തിന്റെ സമാഹാരമാണ് ഫത്ഹുർ റബ്ബാനി. അത് വായിച്ചാലേ ഇവിടെയുള്ള സമസ്തവും തകരും. കാരണം എന്താ അറിയോ? ഇജ്അൽ ഖൽബക മസ്ജിദ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഹൃദയത്തെ പള്ളിയാക്ക, റബ്ബല്ലാത്ത ആരോടും നീ തേടല്ലേ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ജിന്നിലെ ആയത്ത് ഉദ്ധരിച്ച അബ്ദുൽ ഖാദർ ജീലാനി മൗലിദ് കിതാബിലെ ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറയുന്ന ആളുകളോട് ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബരിയത്തി അഹദ മിൻ ഖൽഖില്ല, അല്ലാഹുവിന്റെ ഒരു പടപ്പുകളോടും ആവലാതിപ്പെടല്ലേ എന്ന് ഫുതൂഹുൽ ഐബിന്റെ 136-ാമത്തെ പേജിൽ പറഞ്ഞ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഞങ്ങളൊക്കെ നാവുകൊണ്ട് ദിക്ർ ചെല്ലണോരല്ലേ, എന്നിട്ടും ഞങ്ങൾ ശിർക്കുണ്ടോ എന്ന് പറയുന്നവരോട് ഫത്ഹുർ റബ്ബാനിയുടെ 153-ാമത്തെ പേജിൽ കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? വഫീ ഖൽബിക കമ്മില, നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ആരാധ്യന്മാരാണ്. കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, എല്ലാ വസ്തുക്കളും അല്ലാഹനെ കൂടാതെ അതിലേക്ക് അവലംബിക്കുമ്പോ ആശ്രയിക്കുമ്പോൾ നിന്റെ വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കുൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്ക് വെച്ചിട്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഉപകരിക്കൂല എന്ന് ഫത്ഹുർ റബ്ബാനിയുടെ 153-ാമത്തെ പേജ് പഴയ പ്രിന്റ് കിതാബ്, 123-ാമത്തെ പേജ് പുതിയ പ്രിന്റ് കിതാബിൽ ലോകത്തോട് വിളംബരം ചെയ്ത അബ്ദുൽ ഖാദർ ജീലാനി. ആ ശൈഖനെ നമ്മൾ പഠിച്ചില്ല. പ്രിയമുള്ളവരെ, അവിടുന്ന് ബദരീങ്ങളുടെ പേരിൽ, മുത്തുനബിയുടെ പേരിലാണോ മൗലിദ് തേട്ടമാരോടാ റസൂലുള്ളാഹിനോട് യാ സയ്യിദ സാദാതി ജീതുക ഖാസിദാ അർജൂഹി മാക ഫലാ തുഖൈബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ ലദാ വൽളുൽമി ഫിശ്ശദീദി വഅസ്ഈദി. നേതാക്കന്മാരിൽ നേതാവായ റസൂലേ, യാ സയ്യിദ സാദാത്ത്, അങ്ങേ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിത് വന്നിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങളെ അങ്ങ് പരാജയപ്പെടുത്തല്ലേ. എന്റെ ദൗർഭാഗ്യങ്ങൾ അങ്ങേക്കറിയാലോ, അതുകൊണ്ട് സൗഭാഗ്യം ചെയ്യണ നബിയെ, മറ്റൊരിടത്ത് പാപങ്ങൾ പുറത്തു തരണ നബിയെ. ഏത് നബിയോടാ തേടുന്നത് എന്നറിയോ? ജനങ്ങളോട് പ്രഖ്യാപിച്ചു പോയൊരു പ്രവാചകനുണ്ട്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കൂല എന്ന് പറഞ്ഞ പ്രവാചകനില്ലയോ? അതിന്റെ പേരിലാണ് പ്രിയമുള്ളവര് മക്ക എന്ന് പറയുന്നത് മണൽത്തരികളല്ല, പാറനിപിടമാണെങ്കിൽ അള്ളാന്റെ ഹബീബിനെ ചവിട്ടിയരച്ചത് അവിടെയാ, റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് തുപ്പിയത് അവിടെയാ. എന്തിനാണ് ഹബീബ് അനുഭവിച്ച ത്യാഗങ്ങളെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാ ത്വായിഫിന്റെ ചവരടുകൾക്ക് താഴെ അള്ളാന്റെ ഹബീബിനെ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവാചകന് ബോധരഹിതനായി വീണിട്ടുണ്ടെങ്കിൽ, ഒരു തുള്ളി ദാഹജലം ലഭിക്കാത്ത വേദന തിന്നിട്ടുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാ 600 ചിറകുകളോടെ ജിബ്രീലിനെ കണ്ട നിമിഷമാണെങ്കിൽ, പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മലക്കുൽ ജിബാൽ പ്രവാചകന്റെ മുമ്പിലൂടെ പെയ്തിറങ്ങുന്ന നിമിഷമാണെങ്കിൽ, അങ്ങൊന്ന് അനുവാദം തന്നാല് പോരെ നബിയെ, ഈ പർവ്വത നിരകൾക്കിടയിലൂടെ നശിപ്പിച്ചു കൊള്ളാം യാ റസൂലല്ലാഹ്. വേണ്ട, അവരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ഇസ്ലാമതം സ്വീകരിക്കുന്നുവെങ്കിൽ അത് മതി എനിക്കെന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകന്റെ നൊമ്പരങ്ങൾ എന്തിനാ, ത്യാഗങ്ങൾ എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്
പറന്നു വീണ മക്കയുടെ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ, ഇരുട്ടിന്റെ മറവിലെ കഅബാലയത്തിനോട് യാത്ര പറയുമ്പോ, ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോ തിരിഞ്ഞു നോക്കിയില്ലേ കഅബയിലേക്ക്. പറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട്, പിച്ചവച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, ഹൃദയം പറിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ലാഹു പറഞ്ഞില്ല നബിയേ, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്കാ, അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്, ഈ നാടങ്ങേക്ക് അനുവദനീയമാണ് നബിയേ. പ്രിയമുള്ളവര്, അള്ളാന്റെ ഹബീബിനോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടോ എങ്കിൽ ആ റസൂലുള്ളാഹിനോട് തേടാനില്ല. ആ റസൂല് പറഞ്ഞ അല്ലാ, ബദർ മൗലിദാണോ, ബദർ ബൈത്താണോ, മജ്ലിസുൻ നൂറാണോ, മഹ്ദറത്തുൽ ബദരിയാണോ, തേടുന്നതാരോട്? ബദരീങ്ങളോട്. യാ മൻ ബിഹി ഹല്ലറദാ വഹമൻ ബിഹമ്മിൻ നകീദാ കുല്ലാദിയും മുസ്തൻജിദായ അഖില ബദർ ശുഹദാ. ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, ദുഃഖമുണ്ടോ, വിഷമമുണ്ടോ, വിളിച്ചോ ബദർ ശുഹദാക്കളെ. ഇന്ന് ബദരീങ്ങളോട് തേടുന്നവരുണ്ടെങ്കിൽ ആരാ ബദരീങ്ങളെന്ന് മറന്നുപോയോ? എന്താണ് ബദറിന്റെ ആദർശമെന്ന് മറന്നുപോയോ? ആയുധ സാമഗ്രികളില്ലാതെ ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പടർന്നു പന്തലിച്ചൊരു ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ്, 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 ഹസ്ബുനല്ലാഹ്. ഇന്ന് പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കല്, ഗാസയുടെ ഫലസ്തീനിന്റെ മണ്ണില് കെട്ടിടാവശിഷ്ടങ്ങൾക്ക് താഴെ പാതി മരിച്ചുപോയ ശരീരമായി ആ ഫലസ്തീനി പാലം പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അനസ്തേഷ്യക്ക് മരുന്നില്ലാതെ അവയവങ്ങളെ മുറിച്ചു മാറ്റുമ്പോ, പച്ചയായ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുമ്പോ ഫലസ്തീനിന്റെ യൗവനം പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മരണത്തോട് മല്ലടിക്കുന്ന 7 വയസ്സുകാരനോട് 9 വയസ്സുകാരൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഉമ്മാന്റെ ജനാദക്കരികിലെ 3 പൊന്നുമക്കൾ നിൽക്കുമ്പോ ഇളയ മോൻ 5 പോലും പ്രായമില്ല. പ്രിയമുള്ളവര്, ആകാശത്തേക്ക് വിരൽ ചൂണ്ടി മക്കളോട് പറയുന്നു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. വാപ്പാന്റെ കയ്യിലുള്ള പിഞ്ചുമോഹന്റെ തലയോട്ടി പാതിയ നാപ്പാം ബോംബുകളെ കൊണ്ട് തകർക്കപ്പെട്ടതാണെങ്കിൽ തലയോട്ടി കയ്യിൽ പിടിച്ച് വാപ്പ പറഞ്ഞ വാക്ക് ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. എവിടെയാണ് ആദർശമെന്നറിയോ? ബദറിന്റെ ഊശ്വര മരുഭൂമിയിൽ നിന്ന് കേട്ടതാ. 1000-ഓളം വരുന്ന 3 ഇരട്ടി വരുന്ന ശത്രുസേനയോട്, ആയുധ സജ്ജരോട്, ഒന്നുമില്ലാത്ത പട്ടിണിക്കോലങ്ങൾ പോരാടുമ്പോ അവര് പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ബദരീങ്ങളെ പഠിക്കാൻ എന്റെ പ്രിയമുള്ളവര്, ആ യുദ്ധത്തിന്റെ തലേ രാത്രിയില്ലയോ ഇത് നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബത്തിനെയോ അല്ലാഹു ഉറക്കിക്കിടത്തുമ്പോ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിരന്തരമായ തേട്ടമല്ലാനോട് കച്ചത്തിന്റെ വെള്ള കാണുമാർ ഇരുകരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് തേടിയത് അല്ലാഹുമ്മയും തുഹ്ലിക ഹാദിഹിൽ ഇസാബാ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാരെ വിധവകളാകുമോ, മക്കൾ യതീമുകളാകുമോ എന്ന പേടിയല്ല. ലം തുഅബദ അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ. പ്രാർത്ഥിച്ച് ഷോൾഡറിലുള്ള തട്ടം പോലും താഴെ വീഴുമ്പോ കാണാൻ താങ്ങാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വാരിപ്പണെന്ന് പറഞ്ഞു മതി റസൂല്. അല്ലാഹു കൈവിടില്ല നബിയേ, അല്ല കൈവിടൂല നബിയേ. എന്തിനാണ് ബദറിന്റെ ത്യാഗമെന്നറിയോ? എന്തിനാണ് ബദറിന്റെ നൊമ്പരങ്ങളെന്നറിയോ? പ്രിയമുള്ളവരെ, ബദറിന്റെ രണഭൂമിയിൽ ആദ്യത്തെ ഷഹീദില്ലയോ ഉബൈദ, കയ്യറ്റുപോയ കാലറ്റുപോയ ഉബൈദ. കണങ്കാലിന് വിട്ടുകൊണ്ട് താഴെ കിടക്കുമ്പോ രക്തം ചീറിയൊലിക്കുമ്പോ സ്വഹാബത്തെ താങ്ങിയെടുത്ത് റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടത്തുമ്പോ അവിടുന്ന് ഉബൈദത്ത് പറയാ, ബദറിന്റെ ത്യാഗം എന്തിനാണെന്ന് പഠിക്കാൻ റസൂലേ.
അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിൽ ഷഹീദാവാന് മോഹിച്ചവനാണ് ഞാൻ. എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നബിയേ? ഇവിടെ കിടന്ന് മരിച്ചാ ഷഹീദാകുമോ നബിയേ? സുഗന്ധേനു പെയ്തത്തെ എടുത്തത് അമ്മ, ചോരിന്തേ വരും വഴി കൊഴുകൈതമ്മ. നികരറ്റവർ യാസീൻ ഹബീബുല്ലാന്റെ നേശാതിരു മുമ്പ് കിടത്തിക്കൊണ്ട് അവിടുന്ന് ഉബൈദത്ത് കണ്ണീരോടെ പറയുന്ന വാക്കാ. അവിടെ കിടന്ന് ബദറിന്റെ രണഭൂമിയിലോ ഷഹീദാവാനെ മോഹിച്ചതാണെങ്കിൽ എന്തിനാണ് നബിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നബിയെ? പാതിരാവിന്റെ പാതിരാത്രിയിൽ പാതി വിരിയുന്ന പാരിജാതം തോൽക്കുന്ന നിലാപുഞ്ചിരി ലോകത്തൊന്നേ ഉള്ളൂ എങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാ. ആ റസൂലുള്ളാഹിന്റെ മുഖം വാടുന്നുണ്ട്. കണ്ണീരോടെ പറഞ്ഞു ഉബൈദ, എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാ. എന്തിനാ ശുഹദാക്കൾ അവരുടെ കയ്യും കാലും കൊടുത്തത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ശുഹദാക്കൾ അവരുടെ കയ്യും കാലും കൊടുത്തത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടോ എങ്കിൽ അവരോട് തേടാനില്ല. അവര് പറഞ്ഞ അല്ലാഹ്, അണ്ഡഘടാഹങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, ബ്രഹ്മാണ്ഡങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ, നമ്മുടെ തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ്, നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ്, അവൻ ഏകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മുടെ കരങ്ങളെ. അള്ളാഹുവിലേക്ക് തിരിക്കാൻ പ്രിയമുള്ളവരെ, വാശിയോ വൈരാഗ്യങ്ങളോ ഒന്നല്ല, ഒറ്റ വാക്ക്. നമ്മളിങ്ങനെ മജ്‌ലിസുന്നൂറിനും മഹ്ദറത്ത് ബദരിയൊക്കെ പോയിട്ട് ഇങ്ങനെ തേടും. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്കളാൽ തുണറപ്പന. മരിക്കണ നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്കളുടെ കാവല് തരണേ പഠിച്ചോനെ. നിങ്ങളുടെ ആലോചിച്ചൊക്കെ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് ഇബ്ലീസ്. ശത്രുക്കളുടെ ഭാഗത്ത് 300 ചില്ലാനം ശുഹദാക്കളെ കണ്ട് ഇബ്ലീസ് ഓടിയില്ല. പിന്നെ ഇബ്ലീസ് ഓടിയത് എപ്പോഴാണെന്നറിയോ? ആകാശത്തുനിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ ഇബ്ലീസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാനെ പേടിക്കുന്നു എന്നാണ്. ആ ഇബ്ലീസ് പേടിക്കണ അള്ളാനോട് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കാനാ പറഞ്ഞേ. മജ്‌ലിസുന്നൂർ തെറ്റാന്ന് പറയാണ്. നിങ്ങളൊക്കെ നിത്യേന ഓതുന്ന ഒരു സൂറത്തില്ലേ, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ മനസ്സിൽ ദുർമന്ത്രം നടത്തി പിന്മാറിക്കളയുന്ന ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് ആരോടാ കാവൽ ചോദിക്കണ്ടേ? ജനങ്ങളുടെ രക്ഷിതാവായ, ജനങ്ങളുടെ രാജാതിരാജനായ, ജനങ്ങളുടെ ആരാധ്യനായ അല്ലാഹ് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു ഞാൻ. അതിന് വൈരുദ്ധ്യാണ് ഇവിടെ വന്നിരുന്ന് പറയുന്ന ബദരീങ്ങളുടെ കാവൽ മരിക്കണ നേരത്ത് ഇബ്ലീസിന്റെ ഷർറ് വരുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേ. അല്ല പറഞ്ഞു അവൻ തന്ത്രം മെനയുമ്പോ ഇത്രയും വിശേഷണങ്ങളുള്ള അള്ളാനോട് കാവല് ചോദിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഖുർആനിന്റെ തണലിലൂടെ നമുക്ക് വേണ്ടി മറ്റുള്ളവരെ പിടിച്ചിട്ട് പോവാന്നൊക്കെ പറയലില്ലേ? ആയത്തിൽ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ധാരാളോതും. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാന്റെ അനുവാദം കൂടാതെ അവന്റെ അടുക്കൽ ശുപാർശ പറയുന്നവൻ ആരുണ്ട്? അല്ല ചോദിക്കാൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മൾ ഒരാളുടെ അടുത്തേക്ക് എപ്പോഴാ ശുപാർശ പോവാ? അള്ളാന്റെ അടുക്കല് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനാണ് ഞാൻ മഹാന്മാരെ വിളിക്കണമെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ? ഇപ്പോ എനിക്ക് പരിചയമുള്ള ഒരാള്
വേറൊരാളോടൊരു പൈസ കടം ചോദിക്കുക, എന്നോട് പറയാ, നിങ്ങൾക്ക് അറിയുന്ന ആളല്ലേ, എനിക്ക് വേണ്ടി ഒരു 10,000 ഉറുപ്പ്യ തരുമെന്നൊന്ന് ചോദിക്കുമെന്ന് ചോദിച്ചാലേ ഞാൻ പറയും, ഈ വ്യക്തി എന്റെ സുഹൃത്താണ്, ഞാൻ അറിയുന്ന ആളാണ്, നല്ല മനുഷ്യനാണ്, നിങ്ങളൊന്നും ഒരു 10,000 ഉറുപ്പ്യ കടം കൊടുക്കുമെന്ന് ചോദിക്കണം. എന്തുകൊണ്ടാണ്? ആ മനുഷ്യൻ ഇയാൾ അറിയാത്തോണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കണേ. അള്ളാന്റെ അടുക്കൽ പോയി റെക്കമെൻഡ് പറയാൻ അല്ല അറിയാത്ത ആരുണ്ടോ? അതുകൊണ്ടാണ് അല്ല പറഞ്ഞ അലമുമാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും പുറകിലുള്ളതും ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് ആ പടച്ചോന്റെ അടുത്തേക്ക് നിങ്ങളെ റെക്കമെൻഡ് ആയിട്ട് പോകണ്ട. പ്രിയമുള്ളവരെ, എത്ര സുതാര്യമായ സുവ്യക്തമായ വിശുദ്ധ ഖുർആൻ, അള്ളാഹിനോട് മാത്രം തേടുന്ന ഇടനിലക്കാരുടെ ആവശ്യമില്ലാത്ത അമ്പിയാക്കളെ, ഔലിയാക്കളെ, മഹാരഥന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് ആരാധന അള്ളാഹ്ക്ക് മാത്രം കൊടുത്ത് അശക്തമായ ദീനിന്റെ കാമ്പിനെ മുറുകെ പിടിച്ച് ജീവിക്കണേ. ഇതുവരെയുള്ള എന്റെ സംസാരത്തിൽ ആർക്കെങ്കിലും മനസ്സിന് വേദന തോന്നുന്ന, പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരു വാക്കെന്നിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആദർശപരമായി പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞതാണ്, ബോധപൂർവം പറഞ്ഞതാണ്, പഠന വിധേയമാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വേറൊരു ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, ആരുടെ മുമ്പിലും ജയിച്ചു കാണിക്കാനുമല്ല. അള്ളാഹു സാക്ഷിയാണ്. പരലോകമുണ്ട് പ്രിയമുള്ളവരെ, ഖബറുണ്ട് പ്രിയമുള്ളവരെ, പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റൂല, നന്നാവട്ടെ എന്ന് ആലോചിക്കാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹിനെ സാക്ഷി നിർത്തി പറയാ, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ. നിന്റെ ദീനിന്റെ ശബ്ദമാണ് എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ഇവിടുത്തെ ചെറിയ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമായി എത്തിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ, എത്തിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ. ഇനി നാട്ടുകാരെ, നിങ്ങളുടെ ഊഴമാണ്. ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാ. നാളെ വഹദാനായ ജബ്ബാറായ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഇവർ ഞങ്ങളുടെ അടുത്തുണ്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തര വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് സാധ്യമല്ല, സാധ്യമല്ല. ഒരു വാക്കുകൂടെ ഹൃദയത്തിൽ തട്ടി പറഞ്ഞോട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഉസ്താദുമാരുണ്ടോ, പണ്ഡിതന്മാരുണ്ടോ? അള്ളാഹുവിന്റെ ദീന് മൂടി വെച്ച് നിങ്ങളെങ്ങാനും ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവരുടെ വയറുകളിൽ അവരെ തീയല്ലാതെ നടക്കുന്നില്ല. നാളെ അള്ളാഹു അവരോട് സംസാരിക്കില്ല, അവരെ സംസ്കരിക്കയില്ല. കാരുണ്യത്തിന് നോട്ടം പോലും അള്ളാഹു നോക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരലോകമാണ് എന്നും വേണ്ടത് എന്ന ധാരണയോടുകൂടെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഇവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവേ, അവർക്കൊക്കെ ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്.